അച്ഛൻ നേരത്തെ എത്തിയോ? അമ്മ നേരത്തെ എത്തിയല്ലേ? അല്ല, ഞാൻ വരുമ്പോ മീന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. രാത്രി ആയതുകൊണ്ട് ഇങ്ങ് കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാറി കൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ അതെ, ഉക്കിലും ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ കൂടെ പോയിരുന്നു? അല്ല, അത് പിന്നെ മീന പറഞ്ഞു. ഞാനാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഷോ, ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ? എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലേടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല, മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോവല്ലേ. ആരുമായി? എന്റെ ബോസുമായി. ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസാറിന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ? അതൊരു നല്ല കാര്യമാ. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാ. പിന്നെ അമ്മാവാ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാര് ധൃതി വെക്കും? അല്ല, പറഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ, നേരെ വേറെ ആവുന്നൊരുപ്പിച്ചല്ലേ. അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര. നീ നിന്റെ ചുറ്റിക്കർക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ, ചതിക്കല്ലേ. ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എങ്കി പറ, രാജുവുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം. ഇന്നൊരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ, രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി, ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെയുണ്ട്. എങ്കിൽ അയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണു പോവും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ടാ പിണങ്ങും, പറഞ്ഞേക്കാം. രാജുവിന് അയാളെ പുകഴ്ത്താനേ നേരമുള്ളൂ. ആ പിന്നെ ചേച്ചി, രാജുവിനെ അയാളെ വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം കേട്ടോ. പാരിജാതപ്പൂക്കൾ പുഞ്ചിരി തൂകി, പാലാഴിക്കടല് പോലും ഋതുമതിയായി.
എന്താ മീന, ഉറങ്ങിയില്ലേ? ഉറങ്ങിയായിരുന്നു. രാജു ഇപ്പൊ എന്ത് ചെയ്യാ? കൊള്ളാം. പാതിരാത്രി കിടന്നുറങ്ങിയിരുന്ന എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് എന്ത് ചെയ്യുവാന്നോ? അതെ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരനായിരുന്നോ? ഞാനൊന്ന് പറയട്ടെ. ആ, സ്വപ്നം കാണുന്ന പ്രായോടി പെണ്ണേ ഇത്. അതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ സുന്ദരനായിരുന്നോ? പിന്നെ പരമസുന്ദരനായിരുന്നു. 2 കൊമ്പും പിന്നെ ഒരു വാലും ഉണ്ടായിരുന്നു. കിടന്നുറങ്ങിക്കോ. ഒന്ന് പോടി. ഗുഡ് നൈറ്റ്. ഈ പെണ്ണിന് വട്ടം. ഇവരെന്തൊക്കെയാടാ പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് മമ്മിക്ക് പേടിയാവുന്നടാ. തിരുമേനി ഇയാള് പറയുന്ന വല്ലതും വിശ്വസിക്കാമോ? കണ്ട ഒരു വട്ടന്റെ ലുക്കുണ്ട്. മിസ്റ്റർ റോയ്, ആ റൊമേനിയ, ഓ ഡ്രാക്കുള, ബ്രാൻഡ് കാസിൽ, വാനിഷ്. You don't worry, we will find him. Come on, your grace, please. Come on. മിസ്റ്റർ ബെന്നി, റൊമേനിയൻ ബിഷപ്പ്മാരാണിവർ. ഇവർ പറയുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത്തരം കഥകളൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ കുട്ടികളൊന്നുമല്ലല്ലോ ഡോക്ടർ പോൾ റോബിൻസൺ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് ആരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കും? കഴിഞ്ഞ 25 വർഷമായി റൊമേനിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റാണ് ഞാൻ. അവിടുത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അന്ധവിശ്വാസികളാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ ഡ്രാക്കുള എന്ന വാമ്പയർ ഒരു പ്രേതകഥ എന്ന പോലെ ഒരു ശാസ്ത്ര സത്യവുമാ ബെന്നി. ഇത്തരം മനുഷ്യരക്തം കുടിക്കുന്ന ജീവികളെ സയന്റിഫിക്കായി തന്നെ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. ഈ വാമ്പയർ സ്പീഷീസിൽപ്പെട്ട ഭീകര ജീവികളുടെ രാജാവാണ് ഡ്രാക്കുള. We were on the way to Sri Lanka to attend our annual meeting. But we got down here to share our vital information. Our prediction was 100% right. Dracula killed Mr. Roy Thomas in Romania and got into his body, later escaping to India. May be true. കടൽ കടന്ന് ഞാനിവിടെ എത്തിയത് നിന്നെ കാണാനാണ്. നിന്നെ മാത്രം. You're my prince. I know you very well. You're my prince. You're my prince. I know you. മീന, 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 എന്താ എന്താ നീ ശബ്ദം വെച്ചത്? ശബ്ദം വെച്ചെന്നോ? ഒന്നുമില്ല. ഞാൻ കേട്ടല്ലോ. അത് ഞാനെന്തോ ദുസ്വപ്നം കണ്ടു, അതായിരിക്കും. അടുത്തൊന്നും പറഞ്ഞിപ്പം അമ്പലത്തിലും പോകത്തില്ല, മന്ത്രജപങ്ങളും ഇല്ല. നാളെ തന്നെ ഒരു ചരട് ജപിച്ച് കെട്ടിത്തരാം. പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. എനിക്ക് പേടി തോന്നുന്നു. ചേച്ചിയോട് ഇന്ന് എൻ്റെ കൂടെ കിടക്കോ? വലിയ ഡോക്ടറാ. പേടിത്തൊണ്ടി. Silly girl.